നമ്മൾ ഇന്ന് അണ്ടൂർക്കോണം ടൗൺ റെസിഡൻസ് അസോസിയേഷന്റെ സുഹൃത്തുക്കളോടൊപ്പമാണ് നിൽക്കുന്നത്. അവരുടെ നാട്ടിലാണ് നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ സൂപ്പർ ബമ്പർ ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷവുമായി ഒരുപാട് സൗഹൃദങ്ങൾ ഇവിടെയുണ്ട്. നമുക്കെന്തായാലും ഇന്നത്തെ സൂപ്പർ ബമ്പറിലേക്ക് പോകാം അല്ലേ? ഉറപ്പായിട്ടും എല്ലാവരും ഹാപ്പിയാണ്. ആർക്ക് ബമ്പർ അടിക്കും എന്ന് നമുക്കറിയില്ല. 4 കണ്ടസ്റ്റന്റ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവര് ഇവിടെ റെഡിയാണ്. എന്തായാലും 5 പേരുണ്ടോ? 4 പേരെന്നാണ് ഇവർ പറഞ്ഞേ. ഒരാളെ കയ്യിൽ നിട്ടു. ഓക്കെ, കുഴപ്പമില്ല. 5 പേരുണ്ട്. ഏതായാലും നമുക്കൊന്ന് അറമാതയ്ക്ക് അടിച്ച് പൊളിക്കാം അല്ലേ? അടിപൊളി. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. എന്താ പേര്? ജിജോഷ് ഖാൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്? നല്ല നാടാണ്. നല്ല നാടാണ്. എന്താ നാടിനെ കുറിച്ച് പ്രത്യേകം പറയാൻ എന്താ ഉള്ളത്? നമ്മളെ സൈബർ സിറ്റിയുടെ അടുത്ത് കിടക്കുന്ന ഒരു നാട് എന്ന രീതിയിലും ടെക്നോ സിറ്റിയുടെയും ടെക്നോ പാർക്കിന്റെയും മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന രീതിയിലും അണ്ടൂർക്കോണം പ്രസക്തമാണ്. നിങ്ങളുടെ പ്രസിഡന്റ് ഒക്കെ ആരാ ഇവിടെ അസോസിയേഷന്റെ? പ്രസിഡന്റ് രാമചന്ദ്ര സാറാണ്. രാമ സാർ അവിടെ. ഞങ്ങളുടെ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ രൂപീകൃതമായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ സംരംഭമാണിത്. CTVയും നമ്മുടെ അസോസിയേഷൻ ചേർന്ന് സംഘടിപ്പിക്കുന്ന നൂതനമായ ഒരു പദ്ധതിയാണത്. എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. അതാണ് ഇവിടുത്തെ പറയേണ്ട കാര്യം. മതസൗഹാർദ്ദത്തിന് പേര് കേട്ട വലിയൊരു സ്ഥലമാണിത്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുപാട് സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അല്ലേ? അതെ അതെ. സാർ എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? ടീച്ചറായിരുന്നു. പെൻഷനായി. അപ്പം ഈ ഒഴിവ് സമയങ്ങൾ കൂടുതൽ ഇപ്പൊ ഇതിലേക്ക് വിനിയോഗിക്കാൻ പറ്റുന്നുണ്ട്. എന്ത് സെക്രട്ടറി ഇവിടെ? സെക്രട്ടറി വരുവാ അങ്ങോട്ട് വരികയാണ്. എവിടെ നമ്മുടെ സെക്രട്ടറി? നമസ്കാരം. എന്തുണ്ട്? ഷാഫി ഇതിന്റെ സെക്രട്ടറിയാണ്. മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറിയെ ഏൽപ്പിക്കാം മൻസൂർ അവിടെ. മൻസൂറേ, എന്റെ മൻസൂറെ അടുത്ത് വന്നേ. എന്നാണ് മൻസൂർ വിശേഷം? സുഖമാണ്. എന്ത് ചെയ്യുന്നു മൻസൂർ? എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു ബാങ്കിലെ സ്റ്റാഫാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഉമ്മ ഉണ്ട്, 3 പെങ്ങന്മാര്, വൈഫ്, കുട്ടിയുണ്ട്. ഇനി നമ്മുടെ ഇത്തമാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്താ മക്കളെ പേര്? എന്താ മോടെ പേര്? മോടെ പേര്? പേര് ഫാത്തിമ. മോളൊരു പാട്ട് പാടിക്കേ, 2 വരി. റെഡി? നമുക്കെന്തായാലും ഫാത്തിമ മോളുടെ പാട്ടൊന്ന് കേൾക്കാം. തുടങ്ങുമല്ലേ മോളെ? പാടിക്കൂ. അവൾ മാനുപോയി നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാനുപോയി നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇരുൾ ജീവനെ പൊതിഞ്ഞും ചിതൽ പ്രാണനിൽ മീനും കിതയ്ക്കുന്നു നീ ശ്വാസമേ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാനുപോയി നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ. അടിപൊളി. ഒരു സൂപ്പർ കൈയടി. ഒരുപാട് നന്നായിട്ടുണ്ട് മോളെ. വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. ഫാത്തിമ മോളാണ് ഇവിടെ വന്ന് പാടിയത്. ഗെയിം തുടങ്ങാനുള്ള സമയമായി. സൂപ്പർ ബമ്പർ കളിക്കാനുള്ള സമയമായിട്ടുണ്ട്. 4 കണ്ടസ്റ്റന്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. 4 പേർ. അയ്യോ സോറി, ഈ 5 എങ്ങനെ വന്നതാണ്? എല്ലായിടത്തും 4 ആണല്ലോ. ഇവിടെ എന്തെങ്കിലും 5 വന്നു? ഒന്ന് എങ്ങനെ ഇട്ടു പറ? ഒന്ന് കയ്യിൽ നിട്ടു. അപ്പൊ 5 കണ്ടസ്റ്റന്റ് സ്വാഗതം. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ വരുമയുമായി മലയാളത്തിൽ 5 പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സൂപ്പർ ബമ്പറിന്റെ ആദ്യത്തെ ലെവൽ കളിക്കുവാനായിട്ട്. ആരാണ് റെഡി ആയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. റെഡിയാണോ? ചമ്പക്കര തങ്കപ്പൻ കേട്ടിട്ടുണ്ടോ? ചമ്പക്കര തങ്കപ്പൻ കേട്ടിട്ടുണ്ട്. ഒരു 10 പേര് തവണ ഒന്ന് പറഞ്ഞേ. ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ. ഒന്നോടോ പിടിച്ചാ കിട്ടുന്നു. നിങ്ങൾ എന്താ കളിയാക്കുന്നത്? ഇത്രയും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ചമ്പക്കര തങ്കപ്പൻ. ആര് സംസാരിക്കാൻ തെറ്റിപ്പോവും. റെഡി? ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ,
സമ്പക്കര തങ്കപ്പൻ സമ്പക്കര തങ്കപ്പൻ സമ്പക്കര തങ്കപ്പൻ സംഗപ്പര തങ്കപ്പൻ സമ്പക്കര തങ്കപ്പൻ സമ്പക്കര തങ്കപ്പൻ സമ്പക്കര തങ്കപ്പൻ സമ്പക്കര തങ്കപ്പൻ സമ്പക്കര തങ്കപ്പൻ. ആ ഇത്തവറ ചങ്കപ്പര തങ്കപ്പൻ. അത് കറക്റ്റ് ആട്ടോ, അത് കറക്റ്റ് ആണ്. അതിനൊരു കൈയടിക്കണം. ആട്ടോ അത് സൂപ്പറായിരുന്നു, അത് ഭയങ്കര രസമായിട്ടുണ്ട്. സൂപ്പറായിട്ട് പറഞ്ഞു, കറക്റ്റായിട്ട് പറഞ്ഞു, സൂപ്പറായിട്ട് പറഞ്ഞു. കേട്ടോ ഒന്നുകൂടെ അത് കറക്റ്റ് ആയി. ചങ്കപ്പര തങ്കപ്പൻ. എപ്പാ ചങ്കപ്പര പോന്ന് ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തമ്പക്കൻ. തമ്പക്കൽ കറക്റ്റ്. മൈക്ക് പിടിച്ചാ കറക്റ്റ്. ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ. ഒന്നുകൂടെ പറഞ്ഞു. ചമ്പക്കര തങ്കപ്പൻ. നീ തങ്കപ്പനല്ലടാ, പൊണ്ടപ്പനാ, പൊണ്ടപ്പൻ. കറക്റ്റ് പറ. ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ. കൊച്ചിയിൽ എറണാകുളം ചമ്പക്കര. ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ. ഓക്കെ കറക്റ്റ് ആണ്, അത് കറക്റ്റ് ആണ് കേട്ടോ, അത് കുഴപ്പമില്ല. എന്താ പേരെന്താന്ന് പറഞ്ഞു? നഹാസ്. നഹാസ് എന്ത് ചെയ്യുന്നു നഹാസേ? അണ്ടൂർകുളം സർവീസ് എന്ന ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഓക്കെ, എങ്ങനെയാണ് ലോണൊക്കെ എല്ലാവരും തിരിച്ചടയ്ക്കാറുണ്ടോ? അടയ്ക്കാറുണ്ട്. അടയ്ക്കാറുണ്ട്, കുഴപ്പമില്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. എത്ര ഇൻട്രസ്റ്റ് ഒക്കെ സഹകരണ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ കൂടുതലാണോ കുറവാണോ? വളരെ കുറവാണ്. വളരെ കുറവാണല്ലേ? അറിയാം. ഓക്കെ, എന്ത് ചെയ്യുന്ന പറഞ്ഞേ? പോലീസിലാണ്. ആഹാ, ഒരു പോലീസിന്റെ ലുക്ക് ഇല്ലല്ലേ? ഇല്ല, ഉണ്ടോ? ഇല്ല. ഒരു മാടപ്രാവിന്റെ ഹൃദയം. എന്നാ ഉണ്ട്? ഏത് സ്റ്റേഷനിലാ? മ്യൂസിയം. നോക്കണ്ട, അടിപൊളിയായിരിക്കും. മ്യൂസിയം സ്റ്റേഷനിലാണ് വർക്ക് ചെയ്തത്. ഓക്കെ, എത്ര വർഷമായി? 7 വർഷമായി. ഓക്കെ, അദ്ദേഹത്തിന്റെ പേര്? എൻ്റെ പേര് രാജേന്ദ്രൻ. എന്ത് ചെയ്യുന്നു? ഞാൻ ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, വെരി ഗുഡ്. അതിന്റെ ഗാംഭീര്യമൊക്കെ ഉണ്ട്. ഗാംഭീര്യമൊന്നുമില്ല. ദേവസ്വം ബോർഡ് അല്ലേ? എവിടെയാണ്? ഞാൻ നന്ദൻകോടാണ്. നന്ദൻകോടാണ്. അപ്പൊ ഇന്ന് പഴയ മിമിക്രിക്കാരാണെന്ന് വിളിച്ചു പറയുന്നത്. ആഹാ, എന്താ മിമിക്രി ചെയ്യുന്നത്? അല്ല, ഞാൻ അങ്ങനെ അല്ല, വലിയ മിമിക്രിക്കാരനൊന്നും അല്ല. ഏതായാലും രണ്ട് മിമിക്രി ഒന്ന് കാണാം അല്ലേ? മിമിക്രി എന്നല്ല, ഞാൻ ഒരു പിന്നെ നമ്മുടെ നെടുമുടി വേണുവിന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കാം. ആരും പോരുത്. എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ? അവര് ഗതിയില്ലാത്തോണ്ട മോളായതുകൊണ്ട് നാണവും മാറവും പാടില്ല. എല്ലാം എന്റെ മോളെ കുറിച്ച് ഞാൻ കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ തകർത്ത് കളഞ്ഞില്ലേടോ. എന്നിട്ട് എന്ത് കിട്ടിയടോ നീലകണ്ഠ അവർക്ക്? വെരി ഗുഡ്, കറക്റ്റ് സാറായിരുന്നു. ഏതായാലും പിന്നെ എന്തുണ്ട്? എൻ്റെ പേര് ഷീമ ഷിബു. ഒന്ന് പിടിച്ചോണ്ട് പറഞ്ഞു. ഞാൻ പേര് ചോദിച്ചില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമൊക്കെയാണോ? സുഖം. അടിപൊളിയാണ്. ഹസ്ബൻഡ്? ഹസ്ബൻഡ് ഗൾഫിലാണ്. ഗൾഫിലാണ്. ഹസ്ബൻഡിന്റെ പേര്? ഹസ്ബൻഡിന്റെ പേര് ഷിബു. ഷിബു അല്ലേ? ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ഓക്കെ, എന്താണ് ചേച്ചിയുടെ പേര്? സലൂജ. സനൂജ. എന്ത് ചെയ്യുന്നു ചേച്ചി? വീട്ടമ്മയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയതും ഇവിടെ വരാനും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. നിങ്ങളിൽ 5 പേരുണ്ട്. ആരാണ് ഇതിൻ്റെ അകത്ത് എൻട്രി ആകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കും. നിങ്ങൾ ആദ്യം ഉത്തരം പറയുന്ന ആളായിരിക്കും ഇതിൻ്റെ അകത്ത് എൻട്രി ആവുന്നത്. വാഹനവുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപമുണ്ട്. ഏതാണ്? ഞാനാണ് മുഖ്യ. ആരാണ് മുഖ്യ? വാഹനവുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപം പറയൂ. വാഹനവുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപം. ബ്രേക്ക് ഡാൻസ്. ബ്രേക്ക് ഡാൻസ്. തീർച്ചയായിട്ടും ശരിയാണ്. വാഹനവുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപം ബ്രേക്ക് ഡാൻസ്. ബ്രേക്ക് ഡാൻസ്. ഷീമ ഷിബുവിന് സി കേരളം സൂപ്പർ ബമ്പറിന്റെ ആദ്യത്തെ ഗെയിം കളിക്കുവാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. സ്വാഗതം. സി കേരളം സൂപ്പർ ബമ്പറിൽ ഷീമ ഷിബു ആണ് ആദ്യത്തെ ഗെയിം കളിക്കുവാനായിട്ട് വന്നിട്ടുള്ളത്. അതിനു മുന്നേ ഇവിടെ ഒരു പണപ്പെട്ടിയും ഇവിടെ ഒരു പണിപ്പെട്ടിയും ഇരിപ്പുണ്ട്. ഗെയിമിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാം. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ ഗെയിം
ഏതാണെന്നറിയാൻ നമുക്ക് പണിപ്പെട്ടിയിൽ നിന്ന് ഏത് പണിയാണ് കാത്തുവച്ചിരിക്കുന്നത് നോക്കാം. തുടങ്ങാം. ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് കുത്തിപ്പിടുത്തം. ഗെയിം എന്താണെന്ന് വെച്ചാൽ ഷീമ ഷിബുവിൻ്റെ കയ്യിൽ കുറേ ഗ്ലാസ്സുകൾ, ചെറിയ ഗ്ലാസ്സുകൾ തരും. കുറച്ച് ബോളുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൽ കുത്തി ഈ ഗ്ലാസ്സിൽ ഈ ബോൾ പിടിക്കുക. ബോൾ പിടിച്ച് ഗ്ലാസ് അതേപടി കൊണ്ടുപോയി വെക്കുക. അങ്ങനെ ഒരു 10 ഗ്ലാസ്സിൽ ബോൾ പിടിച്ചാൽ മാത്രം മതി. ഷീമ ഷിബു ആദ്യത്തെ ഗെയിമിൽ വിന്നറാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുത്തിപ്പിടുത്തം. റെഡിയല്ലേ? ഗെയിം സ്റ്റാർട്ട്. 120 സെക്കൻഡാണ് സമയം. 10 എണ്ണമാണ് വെക്കേണ്ടത്. 120 സെക്കൻഡിനുള്ളിൽ 10 ബോളാണ് വെക്കേണ്ടത്. ഒരുപാട് സമയമുണ്ട്. പതുക്കെ ശ്രദ്ധിച്ച്. ഓക്കെ, വെരി ഗുഡ്. നാൽപ്പത്തഞ്ച് സെക്കൻഡ് കഴിഞ്ഞു. വെരി ഗുഡ്. രണ്ടെണ്ണോട് ബാക്കി. 10 എണ്ണം മതി നമുക്ക്. 1000 രൂപ. ആദ്യത്തെ ഗെയിമിൽ ഷീമ ഷിബു വിന്നർ ആയിരിക്കുകയാണ്. 1000 രൂപയാണ് ഷീമ ഷിബുവിന് ആദ്യത്തെ ഗെയിമിൽ കിട്ടാൻ പോകുന്നത്. 1000 രൂപ. നല്ലൊരു കൈയടി. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. അടുത്ത ഗെയിമിലേക്ക് പോകാൻ റെഡിയല്ലേ? റെഡി. ഓക്കെ, അടുത്ത ഗെയിം ഏതാണെന്ന് നമുക്കറിയാം. നോക്കാം. അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ്. അടുത്ത ഗെയിമിന്റെ പേരാണ് പഞ്ചവർണ്ണ തത്ത. ഗെയിം എന്താണെന്ന് അറിയാം. കമ്മിറ്റിക്കാർ ഇവിടെ ബിസ്ക്കറ്റും ചായയും തന്നിട്ടുണ്ട്. പരിപ്പോടെ ഉണ്ടെന്ന് പറയുന്നു. ഷീമ ഷിബു അല്ലേ? അതെ. രണ്ടാമത്തെ ഗെയിമിൽ 2000 രൂപയുടെ ഗെയിം കളിക്കുവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? അപ്പോ പഞ്ചവർണ്ണ തത്ത എന്നാണ് ഈ ഗെയിമിന്റെ പേര്. ഇതിന്റെ സമയം എത്രയാണെന്ന് അറിയാവോ? 100 സെക്കൻഡ്. 100 സെക്കൻഡ്. ഇഷ്ടം പോലെ സമയമുണ്ട്. ഗെയിമിനെ കുറിച്ച് പറഞ്ഞു തരാം. ഇവിടെ 1 2 3 4 5 5 ബക്കറ്റ് ഉണ്ട്. 5 ബക്കറ്റിലും 5 കളറുള്ള ബോൾ കിടപ്പുണ്ട്. 100 സെക്കൻഡിനുള്ളിൽ ഇതുപോലെ ഓരോ കളറുള്ള ബോൾ ഓരോന്നെടുക്കുക. അതാത് കളറുള്ള ബോക്സിൽ ഇടുക. അപ്പം മനസ്സിലായോ? സമയം മനസ്സിലായോ? സംഭവം മനസ്സിലായോ? ഇതാണെങ്കിൽ നടുക്കിടുക, മാറിയിടരുത്. ഓരോ ബോൾ വെച്ചെടുക്കണം. 100 സെക്കൻഡാണ് സമയം. ഗെയിം റെഡി അല്ലേ? അപ്പോ ഷീമ ഷിബു ആണ്, മച്ചാന്റെ സ്വന്തം ഷീമ ഷിബു ആണ് അടുത്ത ഗെയിമിൽ മത്സരിക്കാൻ പോകുന്നത്. നല്ലൊരു കയ്യടിയോട് കൂടി സ്വാഗതം ചെയ്യാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. തുടങ്ങി. കയ്യടി പോരാ. ആഞ്ഞുപിടിച്ചു. സ്പീഡ് ചെയ്യണം. ടൈമില്ല. 100 സെക്കൻഡ്. 5 സെക്കൻഡ് കഴിഞ്ഞു. 5 സെക്കൻഡ് കഴിഞ്ഞു. 20 സെക്കൻഡ് കഴിഞ്ഞു. പെട്ടെന്ന് ബോൾ എടുക്കാൻ പറ്റും. പെട്ടെന്ന് 30 സെക്കൻഡ് കഴിഞ്ഞു. പെട്ടെന്നാട്ടെ. 50 സെക്കൻഡ് കഴിഞ്ഞു. പെട്ടെന്ന് കയ്യടി പ്ലീസ്. ഇതാണ് എക്സസൈസ് ചെയ്യുന്നത്. നാളെ മുതൽ രാവിലെ എത്തി ജോലിക്കണം. പറ്റാനെ ശ്രദ്ധിക്കണമല്ലോ അല്ലേ? ബോൾ പോലെ കുറച്ച് വാങ്ങിച്ചു കൊടുത്തു. 55 സെക്കൻഡ് സമയം. പെട്ടെന്നാവട്ടെ. സിമ്പിൾ ഗെയിമാണ്. 65 സെക്കൻഡ്. പെട്ടെന്നാവട്ടെ. വായിക്കേ.
20 സെക്കൻഡ് ബാക്കിയുള്ളൂ. 20 സെക്കൻഡ് ബാക്കിയുള്ളൂ. 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 4, 3, 2, 1. ഒപ്പിച്ചെടുത്തിരിക്കുകയാണ്. ചക്ക ചാടി മയിൽ ചത്തു. ഇപ്പൊ 2000 രൂപയാണ് ഷീമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 2000 രൂപയുടെ ഗെയിമാണ്. ഉറപ്പുള്ള സമ്മാനം 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാനുള്ള എൻട്രിയാണ്. അപ്പോൾ എന്തായാലും അടുത്ത ഗെയിം നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. അടുത്ത ഗെയിമിലേക്ക് പോകാൻ റെഡിയാണ്? റെഡിയാണ്. ക്ഷീണിച്ചോ? വലിയ കുഴപ്പമില്ല. കണ്ടിട്ട് ഇച്ചിരി ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. അതിൽ ക്ഷീണമെന്ന് മാറ്റാൻ നമുക്ക് ഒരു പാട്ട് കേൾക്കാം. ഇന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാറിച്ചൊരു മുല്ല നട്ടു, കണ്ണീർത്തെ വീനനച്ചു കീനാവിൻ്റെ പൊന്തൂവൽ കൊണ്ട് പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവന മുട്ടവനെന്തേ വന്നു കെട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. ഇന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചൊരു മുല്ല നട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവന മുട്ടവനെന്തേ വന്നു കെട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. വന്നെങ്കിൽ അമ്പിളിക്കുട്ടനും തുമ്പിക്കും പിന്നെയും കൂട്ടായി തേൻ വസന്തം, തന്നെങ്കിൽ ഓരോരോ ചുണ്ടിലും മായാത്ത പുഞ്ചിരി ചാലിച്ചെടുത്ത ചന്തം, കൊക്കുറുമി മാമരത്തിൽ കുയിലിണകൾ പാടിയെങ്കിൽ കാട്ടരുവി കെട്ടും കുലുസുകൾ പൊട്ടിച്ചിരിച്ചുവെങ്കിൽ, സ്വപ്നങ്ങൾ മുട്ടിട്ടുണർന്നുവെങ്കിൽ, ഇന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർത്തെ വീനനച്ചു കീനാവിൻ്റെ പൊന്തൂവൽ കൊണ്ടു പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവന മുട്ടവനെന്തേ വന്നു കെട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. കണ്ണാരെഴുതി വാപ്പച്ചി വാപ്പച്ചി. ഉടുപ്പാരാ വാങ്ങി തന്നെ? വാപ്പച്ചി വാപ്പച്ചി. എല്ലാം വാപ്പച്ചി. ഉമ്മച്ചിക്ക് എന്നാ മക്കളെ വീട്ടിൽ പണി? രാവിലെ ആരാ ബ്രേക്ക്ഫാസ്റ്റ് കാപ്പി ആരാ ഉണ്ടാക്കിയേ? വാപ്പച്ചി. ഉമ്മ. ഓക്കെ, താങ്ക് യു. അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതാണ് ഗെയിം എന്ന് നമുക്ക് നോക്കാം. റെഡി അല്ലേ? റെഡി. ഈ ഗെയിമിന്റെ പേരാണ് വടമഹോത്സവം. എന്താണെന്ന് മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല അല്ലേ? ഇവിടെ 2 വട 2 പ്ലേറ്റിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചൂരലിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. മച്ചാൻ പറഞ്ഞു വട ഇഷ്ടമാണ്. ശരിയാണോ? വട ഇഷ്ടമാണ്. വട ഇഷ്ടമാണല്ലേ? ഉഴുന്ന വടയോ പരിപ്പ് വടയോ ഏത് വടയാണ് കൂടുതൽ ഇഷ്ടം? ഏത് കിട്ടിയാലും നമ്മൾ പിടിക്കും. അതാണ്. ഏതായാലും ഷീമ ഷിബുവിന് 2 വട 2 പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അത് ഒരു ചൂരലിൻ്റെ അറ്റത്താണ് കെട്ടിയിട്ടിരിക്കുന്നത്. സമയം 80 സെക്കൻഡാണ് ഈ ഗെയിമിൻ്റെ സമയം. ഈ 80 സെക്കൻഡിനുള്ളിൽ 2 വട കഴിച്ചു തീർക്കണം. ഷീമ ഷിബുവിൻ്റെ കണ്ണ് ഈ കറുത്ത തുണി വെച്ച് കെട്ടും. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചൂരൽ എടുത്തു പിടിക്കുക, വട കഴിക്കുക. ഒരു കൈ പുറകിൽ കെട്ടണം. പറ്റും. എത്ര വട കഴിക്കുന്ന? 6 വട സുഖമായിട്ട് കഴിക്കും ഇല്ലേ? പിന്നെ 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 ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? ഏറ്റവും ഇഷ്ടമുള്ള കഴിക്കാൻ ഇഷ്ടമുള്ള? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പുട്ടും കടലയും. പുട്ടും കടലയും. ഇന്ന് പുട്ടായിരുന്നു പറഞ്ഞല്ലേ? ആ, വെറുതെ ഇല്ല എല്ലാ ദിവസവും വീട്ടിൽ പുട്ട്. ഇന്ന് കടല ഉണ്ടാക്കാഞ്ഞത്? ഇങ്ങോട്ട് വരണ്ടേ? ഇങ്ങോട്ട് വരാം. ഓക്കെ. അതെ, അപ്പം നമുക്ക്
ഈ പറയുന്ന പോലെ വടമഹോത്സവം മാറ്റി പുട്ടു മഹോത്സവം അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഒരു പിടി മച്ചാൻ ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? പുള്ളിക്ക് ദോശ സാമ്പാർ. ദോശ സാമ്പാർ. പുള്ളി വരുമ്പോൾ ദോശ സാമ്പാറുമാണോ ഉണ്ടാക്കുക? പക്ഷെ ചമ്മന്തിയേക്കാളും കൂടുതൽ ദോശ സാമ്പാറുമാണ്. ഓക്കെ. അവിടെ എന്താ തന്നെ കുക്ക് ചെയ്യണോ പുള്ളി? തന്നെ കുക്ക് ചെയ്ത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ആരെങ്കിലും കുക്ക് ചെയ്യും കഴിക്കും. അതാണ്. ഓക്കെ ഓക്കെ. മച്ചാന്റെ പേരെന്താന്ന് പറഞ്ഞേ? ഷിബു. ഓക്കെ. അപ്പോൾ ഷിബു മച്ചാനെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ദേ വട 2 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഷിബു കേൾക്കുന്നുണ്ടോ? ചെവി കേൾക്കാമല്ലോ? മൂക്ക് മറിഞ്ഞിട്ടില്ലല്ലോ? എയർ പോണ്ടല്ലോ? പോകുന്നുണ്ടല്ലോ. ഷിബു ഗെയിം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 80 സെക്കൻഡ് ആണ് നമ്മുടെ സമയം. ഗെയിം സ്റ്റാർട്ട്. 80 സെക്കൻഡിനുള്ളിൽ 2 വടകളാണ്. കാണുന്നുണ്ടല്ലോ പരിപാടി. ഓക്കെ. സെക്കൻഡ് കഴിഞ്ഞു. 20 സെക്കൻഡ് കഴിഞ്ഞു. 40 സെക്കൻഡ് കഴിഞ്ഞു. കയ്യടിക്കുക. Zero. രൂപയ്ക്കുള്ള കളിയായിരുന്നു. ഉറപ്പുള്ള സമ്മാനമായിരുന്നു. പക്ഷേ വട അല്ല. എന്തോ വലിയ ഉറപ്പില്ലായിരുന്നു. പക്ഷെ വട അല്ലാതെ വരുവാണെങ്കിൽ നമ്മളൊരു 10 കയറിയാണ് വേണം അല്ലേ? എന്തായാലും കുഴപ്പമില്ല. ഒരുപാട് സന്തോഷം. എന്തായാലും 1000 ഉറപ്പുള്ള സമ്മാനമുണ്ട്. ഏതായാലും മച്ചാനെ ഞങ്ങൾ മാക്സിമം നോക്കിയതാ. ഒരു രക്ഷയില്ല. ഷിബുവാണ് മത്സരിച്ചത്. ആദ്യത്തെ ഗെയിമിൽ ജയിച്ചു. 1000 രൂപ ഉറപ്പുള്ള സമ്മാനം. നന്ദി. പക്ഷേ വടമഹോത്സവം ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ ഷിമ. ഇവിടുന്ന് ഷിമ മത്സരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്തുനിന്ന് ചിലർ അഭിപ്രായം പറയും, ഞാനാണെങ്കിൽ 4 കഴിക്കും, 5 കഴിക്കും, 6 കഴിക്കും, എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഷിമയ്ക്കറിയാം ഷിമ ബുദ്ധിമുട്ടിയത് എങ്ങനെയാണെന്ന്. എന്തായാലും ഒന്ന് ചോദിച്ചു, ധൈര്യമുള്ള ആണുങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അത്രയും കടുപ്പിച്ചല്ല, ഒന്ന് പറഞ്ഞല്ലേ. അത് ഈ ഗെയിം ചെയ്ത് ജയിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു. നാടിന്റെ മാനം കേൾക്കണം, ചോദിക്കുക. ധൈര്യമുള്ളവർ മുന്നോട്ട് വരട്ടെ. വരുന്നുണ്ടോ? വാ. കയ്യടി. പേരെന്താ? ഷാജി. ജയിക്കോ? ജയിക്കാൻ സാധ്യതയുണ്ട്. ജയിക്കണം. ജയിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഷിമ ഒരുപാട് സന്തോഷം. നന്ദി. മത്സരിക്കാൻ വന്നിരിക്കുന്ന ഷാജിയാണ്. ഷാജി ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഷാജി എന്ത് ചെയ്യുന്നു? ഞാൻ പുറത്തായിരുന്നു, ഇപ്പൊ ഇവിടെ ഇപ്പൊ അകത്തായി. ഗെയിം ഓക്കെ ആണോ? ഗെയിം നോക്കാം. ഷാജി? അതെ. യെസ്. എല്ലാം കാണുന്നുണ്ടോ? എല്ലാം കാണുന്നില്ല. എല്ലാം കേൾക്കുന്നുണ്ട്. എല്ലാം കേൾക്കുന്നു. വടയുടെ മണമുണ്ടോ? ഉണ്ട്. 2 വടയാണ്. നമ്മുടെ ഷിബു 80 സെക്കൻഡിലാണ് ഈ ഗെയിം കളിക്കാനായിട്ട് വന്നത്. നിങ്ങൾക്ക് 120 സെക്കൻഡ് ഉണ്ട്. കളി തുടങ്ങാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. കളയരുത്. സെക്കൻഡ് കഴിഞ്ഞു. ചമ്മന്തി
വേറെ പെട്ടെന്ന് അതൊക്കെ മതി 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 കുഴപ്പമില്ല കേട്ടോ 40 സെക്കൻഡ് ബാക്കിയുള്ളത് ഓ ശരിയാണ് കളഞ്ഞേക്കല്ലേ അജി കളയല്ലേ അങ്ങോട്ട് തിരിക്കുന്ന കളയല്ലേ ിരിക്കുന്നു ഏതായാലും വെല്ലുവിളി ഗംഭീരമായിട്ട് ഏറ്റെടുത്ത് നമ്മുടെ ഷാജി അല്ലേ ഷാജി? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, വട കൊള്ളാം. വട കൊള്ളാം, ഗെയിമും കൊള്ളാം. സി കേരളം സൂപ്പർ ബമ്പറിന്റെ വകയായി ഒരു ഗംഭീര സമ്മാനം. താങ്ക് യു. അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി 4 കണ്ടസ്റ്റന്റ് ഇവിടെ ബാക്കിയുണ്ട്. അതിലാരാണ് ഈ ഗെയിമിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചോദ്യങ്ങൾക്ക് ആൻസർ പറയുന്ന 4 പേരിൽ ഒരാളായിരിക്കും അടുത്ത സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ട് വരുന്നത്. അവരാരാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 4 പേരുണ്ടായിരുന്നു, അതിനകത്ത് ഇപ്പോൾ 3 പേരേ ഉള്ളൂ. ഏതായാലും നമുക്ക് 3 പേരെ വെച്ച് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. സൈക്കിളും ബസ്സും തമ്മിലുള്ള വ്യത്യാസം എന്ത്? പെട്ടെന്ന് പറയൂ. എന്താണ് സൈക്കിളും ബസ്സും തമ്മിലുള്ള വ്യത്യാസം? എന്താണ്? സ്റ്റാൻഡിലാണ് ബസ് സ്റ്റാൻഡ്. ബസ്സും സ്റ്റാൻഡുണ്ട്, സൈക്കിളിന് സ്റ്റാൻഡുണ്ട്, ബസ്സിന് സ്റ്റാൻഡുണ്ട്. അപ്പോൾ ബസ് സ്റ്റാൻഡ്. അതല്ലല്ലോ, കറക്റ്റ് അല്ലല്ലോ. അത് കറക്റ്റ് അല്ല. വേറെ ആർക്കെങ്കിലും അറിയോ സൈക്കിളും ബസ്സും തമ്മിലുള്ള വ്യത്യാസം എന്ത്? സൈക്കിൾ സൈക്കിളിന് പെട്രോൾ വേണ്ട. അതല്ല, ഇതൊരു കുസൃതി ചോദ്യമായിരുന്നു. ഇതിന് കറക്റ്റ് ആൻസർ ചെയ്യുന്നവർക്ക് സ്റ്റാൻഡില് ബസ് നിർത്തും. സ്റ്റാൻഡിൽ ബസ് നിർത്തും. അല്ല അല്ല, സൈക്കിള് സ്റ്റാൻഡ് ചവിട്ടി നിർത്തും. അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. കറക്റ്റാണ്. എന്നോ ഇവിടെ കേട്ടിട്ടുണ്ട്. പറയൂ. സൈക്കിളിന്റെ കൂടെ സ്റ്റാൻഡ് ഉണ്ട്, ബസിന്റെ കൂടെ സ്റ്റാൻഡ് ഇല്ല. അതല്ല, കറക്റ്റായിട്ട് ആൻസർ തരണം. കറക്റ്റായി ഇവർ പറയുന്ന റൂട്ട് കറക്റ്റാണ്. സൈക്കിളും ബസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആരാണ് ഇവിടെ നിന്ന് പറഞ്ഞത്? ഞാൻ ഷാജഹാൻ. പറയൂ പറയൂ ഷാജഹാൻ. സൈക്കിളിന്റെ കൂടെ സ്റ്റാൻഡ് കൂടെ പോകും, എന്നാൽ ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ ഒരിടത്ത് നിൽക്കും. കറക്റ്റായിട്ട് ആൻസർ ആണ്. സൈക്കിളും ബസ്സും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സൈക്കിൾ സ്റ്റാൻഡ് കൂടെ കൊണ്ടുപോകാം, ബസ് സ്റ്റാൻഡ് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷേ ഏകദേശം ഇദ്ദേഹം അടുത്തെത്തിയിട്ടുണ്ട്. പുള്ളിയെ കേട്ടണോ എന്ന് വേണ്ട, അദ്ദേഹം തന്നെ ആവട്ടെ. അപ്പം ഇദ്ദേഹത്തിന്റെ സപ്പോർട്ടോടുകൂടി ഇദ്ദേഹം വന്നിരിക്കുകയാണ്. പോലീസുകാരൻ ജിജോഷ് ഖാനാണ് ഈ ഗെയിമിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യത്തെ 1000 രൂപയുടെ ഗെയിമാണ് ഇവിടെ നടക്കുന്നത്. ജിജോഷ് ഖാനാണ് ആദ്യത്തെ ഗെയിമിൽ സൂപ്പർ ബമ്പറിൽ മത്സരിക്കുന്നത്. റെഡിയല്ലേ? തീർച്ചയായും റെഡിയാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഗെയിമിലേക്ക് പോകാം. അടിപൊളി. ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. ജിജോഷ് ഖാൻ റെഡിയല്ലേ? റെഡിയാണ്. കമാൺ. ജിജോഷ് ഖാന്റെ ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അറിയുന്നതിന് മുമ്പ്, പറയുന്നതിന് മുമ്പ്, പോലീസുകാരന്റെ ഉള്ളിലും ഒരു കലാകാരനുണ്ട്. ഈ കാക്കിക്കുള്ളിലും അമ്മാമ അല്ലേ, കാക്കിക്കുള്ളിലും ഒരു കലാകൃതയുണ്ട്. നോക്കാം. ആഞ്ഞു പിടിച്ചോ. റെഡി? ഒരു നാടകമാണ്. പോട്ടെന്ന് 2 പേര് പാടാം. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. പോലീസുകാരൊക്കെ വെള്ളം കൊടുക്കും. നമുക്കിട്ട് പണിയാണിത്. ഇത് നമുക്കിട്ട് തന്നെ വെച്ചതാണ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പകുതി ഉത്തരം കറക്റ്റായിട്ട് പറയാതെ വെളിയിൽ നിന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇന്നാക്കി എന്നോട് തന്നെ വേണോ ഇത്? പോലീസുകാരാ വേണോ? പോലീസുകാരാ
വേണ്ടായിരുന്നു. മാത്രമേ ഉണ്ടോ? വേണ്ടായിരുന്നു. സ്നേഹമുണ്ടോ? ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗെയിമാണ് എന്താണ്? ഗോട്ടികളി. ജിജോഷേ, എന്താണ് ഗെയിം എന്ന് പറയാം. അവിടെ കുറേ ബോളുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു വര. അപ്പം ഈ വരയ്ക്ക് ഇപ്പുറത്ത് നിന്നോട്ട് ഈ ഗോലി ഉപയോഗിച്ച് ബോൾ അടിച്ച് തെറിപ്പിച്ച് കളയുക. 120 സെക്കൻഡാണ് സമയം. ജിജോഷിന് ഒരുപാട് സമയമുണ്ട്. 5 ബോൾ കളഞ്ഞാൽ മതി. 5 ബോൾ തെറിപ്പിച്ച് കളയുക. ജിജോഷേ, ഗെയിം തുടങ്ങാം. 5 ബോളാണ് ഗോലി ഉപയോഗിച്ച് ജിജോഷ് അടിച്ചു തെറിപ്പിച്ച് കളയേണ്ടത്. ജിജോഷ് ഒരു പോലീസുകാരനാണ്. ജിജോഷ് പറയുന്നത് തോക്കുണ്ടെങ്കിൽ നോക്കാമായിരുന്നു എന്നാണ്. ജയില് പഠിക്കുകയാണല്ലേ. എന്തായാലും കൊള്ളാം. ചെറിയ കേസുകളൊന്നും നമ്മൾ പിടിക്കരുത്. ഗോലിയൊക്കെ പിള്ളേർ കളിക്കുന്ന കളി ചെറിയ കേസല്ലേ. അപ്പോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ജിജോഷ് റെഡിയല്ലേ? ഗെയിം സ്റ്റാർട്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, 1000 രൂപ നല്ലൊരു കൈയടി. ഓക്കെയാണ്. മതിയായില്ലേ? ഏതായാലും പരിപാടി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മാറ്റുന്നില്ല, അവിടെ കൊണ്ട് വെച്ചേക്കാം. നിങ്ങൾ അതിൽ നിന്ന് ഫുള്ള് കളഞ്ഞിട്ട് പോയാൽ മതി. ഓക്കെ. സന്തോഷമല്ലേ? സന്തോഷമാണ്. ഉറപ്പുള്ള 1000 രൂപയാണ് ജിജോഷ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ഗെയിം 2000 രൂപയ്ക്ക് വേണ്ടിയുള്ള കളിയാണ് അടുത്തത്. റെഡിയാണോ? റെഡിയാണ്. ഓക്കെ. 2000 രൂപയ്ക്ക് വേണ്ടിയുള്ള ജിജോഷിനുള്ള ഗെയിം തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് നാട്ടിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു ചെറിയ കലാപരിപാടി, ഒരു ചെറിയ ദഫ് മുട്ട്.
ജിജോഷ് ഖാനെ, പിള്ളേരുടെ ദഫ്മുട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രീതിയിലായിരുന്നു. നല്ല രീതിയിൽ നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ? അറേഞ്ചും ഗംഭീരമാണ്. ഞാനും കൂടെ ചേർന്നാണ് അറേഞ്ച് ചെയ്തത്. ഓക്കെ, ഇവിടെയുള്ള ആളുകൾ തന്നെയാണോ? അല്ല, ഈ റെസിഡൻസിന്റെ. ഓ, അപ്പൊ നല്ലൊരു ഗൈഡി നമ്മുടെ കുട്ടികൾ തന്നെയാണല്ലേ? ജിജോഷ് ഖാനെ, ഒരു കടമുണ്ടല്ലോ, അപ്പൊ നമുക്ക് 1000 രൂപയുടെ കടം അല്ലേ? നമുക്ക് തന്നേക്കാം. ജിജോഷ് ഖാന് ആദ്യത്തെ ഗെയിമിലുള്ള സമ്മാനം 1000 രൂപയാണ്. 1000 രൂപയാണ് ജിജോഷ് ഖാന് തരുന്നത്. കള്ളനോട്ടല്ലല്ലോ? കള്ളനോട്ടല്ല, പോലീസുകാർക്ക് കൊടുക്കുവാണെങ്കിൽ പോലീസുകാർ തന്നെ കള്ളനോട്ട് കൊടുക്കണം. 500, 1, 2, 3, 4, 5. 1000 രൂപ. നല്ലൊരു കീരി. അടുത്ത ഗെയിം ഏതാണെന്ന് അറിയണം. അടുത്ത ഗെയിമിലേക്ക് പോവാൻ ജിജോഷ് റെഡിയാണോ? റെഡിയാണ്. 2000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിമിലാണ് ജിജോഷ് മത്സരിക്കുന്നത്. ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. റെഡി? അടുത്ത ഗെയിമിന്റെ പേരാണ് മേൽക്കുമേൽ. അപ്പോ ഗെയിം എന്താണെന്ന് പറയാം അല്ലേ? ഇവിടെ കുറെ കുപ്പികളും ബോളുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. 100 സെക്കൻഡാണ് നിങ്ങൾക്ക് സമയം. ആദ്യം ഒരു കുപ്പി വെക്കുന്നു, അതിന്റെ മുകളിലൊരു വലിയ ബോൾ വെക്കുന്നു, പിന്നെ അതിന്റെ മുകളിൽ ഒരു ഗ്ലാസ് വെക്കുന്നു, ഗ്ലാസിന്റെ മുകളിൽ ഒരു ചെറിയ ബോൾ വെക്കുന്നു. 100 സെക്കൻഡാണ് സമയമുള്ളത്. 4 ബോളാണ് ഇതുപോലെ 4 തട്ടാണ് ഇങ്ങനെ ബോൾ വെച്ച് ചെയ്യേണ്ടത്. 4 എണ്ണം, അതായത് 4 സെറ്റ്, മൊത്തം 4 എണ്ണം വേണം കേട്ടോ. ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ഗെയിം സ്റ്റാർട്ട്. മേൽക്കുമേൽ. ശ്രദ്ധിച്ച്, മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യാം. മാറണം വെച്ചാൽ മതി. ബോളിന് വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റ് ആണ് താഴെ നിൽക്കുന്നത്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക. Up, 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 up. Yes, കയ്യടിക്കുക. 65 സെക്കൻഡ് ആണ് ബാക്കിയുള്ളത്. ശ്രദ്ധിച്ച് വെക്കുക. വെയിറ്റുള്ളൊരു ഭാഗമുണ്ട്, കറക്റ്റ് ചെയ്ത് കറക്റ്റാണ്. ഓക്കെ, നല്ല കയ്യടി. ഇവിടെ കയ്യടിക്ക്. യെസ്, കയ്യടിക്ക്. 60 സെക്കൻഡ് കഴിഞ്ഞു. 40 സെക്കൻഡ് ബാക്കി. 4 എണ്ണം വെച്ചാൽ മതി. 40 സെക്കൻഡ് ബാക്കി. 5 കയ്യടിച്ചേ. ഉറപ്പായിട്ടും അത് കുഴപ്പമില്ല, അത് നോക്കണ്ട. വെച്ചത് കുഴപ്പമില്ല, വെച്ചത് പോയാൽ കുഴപ്പമില്ല. 30 സെക്കൻഡ് ബാക്കി. ഓ, അടുത്ത് വെക്ക. 20 സെക്കൻഡ് ബാക്കി. സ്പീഡിൽ 10 സെക്കൻഡ് ബാക്കി. 10 സെക്കൻഡ് ബാക്കി. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. സാരമില്ല അല്ലേ? നല്ലൊരു മത്സരമല്ലേ? അപ്പോൾ നമ്മളെല്ലാം ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെ എടുക്കുക. വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. നമുക്ക് അടുത്ത ഗെയിമിൽ എന്തായാലും 1000 രൂപ അല്ലേ? 1000 രൂപ കിട്ടി. എന്തായാലും പ്രിയപ്പെട്ട പോലീസുകാരന് ഒരുപാട് നന്ദി. ഒരുപാട് ജനസേവനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. നല്ല സ്നേഹമുള്ളൊരു ഭാര്യ. ഇവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും ഈ ഒരു സ്നേഹം അനുഭവിച്ചറിയാനും കഴിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. ചെല്ലുന്നിടത്തെല്ലാം ഈ ഒരു സ്നേഹവും ഈ നിങ്ങളുടെ കൂട്ടായ്മയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയും സൂപ്പർ ബമ്പറുമായിട്ട് നിങ്ങളുടെ സ്ഥലത്ത് വരാൻ സാധിക്കട്ടെ, നിങ്ങളെ കാണാൻ കഴിയട്ടെ. ജാതി മത ഭേദമന്യേ നിങ്ങളുടെ ഈ സ്നേഹം ഇനിയും നിലനിൽക്കട്ടെ. ഒരു കാര്യമുണ്ട്, നമ്മളിപ്പം നടന്നു പോകുമ്പോൾ ഭയങ്കര കല്ലും മുള്ളും നിറഞ്ഞ ഒരു വഴിയാണെന്ന് വെച്ചോട്ടെ, ഭയങ്കര ഒരു കാട്ടിക്കൂടി നടന്നു പോവുക, കാലിൽ ചെരുപ്പില്ലാതെ നടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കാലിലെ വേദന മാറ്റാൻ വേണ്ടി നല്ലൊരു ബൂട്ട് ഇട്ടാൽ നല്ല ഷൂ ഇട്ടാൽ മതി അല്ലേ? ഷൂ ഇട്ട് കഴിഞ്ഞാൽ വേദന കുറച്ച് കുറയും. അപ്പോൾ ഈ ഇടുന്ന ഷൂവിനകത്ത് അകത്തുള്ളിലൊരു കല്ലുണ്ടെങ്കിൽ വേദന വീണ്ടും ഇരട്ടിക്കത്തേ ഉള്ളൂ. പറഞ്ഞു വന്നത് പുറത്തെ ഷോയല്ല, ഉള്ളിലെ ആ ചിന്തകളാണ് നമ്മളെ ശക്തിയായിട്ട് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ നല്ലതിനാവട്ടെ, നന്മയ്ക്കാവട്ടെ. നിറമുള്ള ചോദ്യങ്ങളും നിറമുള്ള മത്സരങ്ങളും നിറമുള്ള കാഴ്ചകളുമായി സി കേരളം സൂപ്പർ ബമ്പറിൽ ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിൽ ഞാനുണ്ടാവും. അതുവരേക്ക് ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സുരേഷ് പാലക്കാരൻ.